ഹലോ ഗൈഡ്സ്, ഇന്ന് ഞാനിവിടെ പറയുന്നത് വിശ്വാസത്തിനെ കുറിച്ചാണ്. എൻ്റെ വിശ്വാസം ബോധോദയത്തിൻ്റെ പ്രധാന ഏണിപ്പടികളിൽ ഒന്നാണ് വിശ്വാസം. വിശ്വാസവും നിശ്ചയദാർഢ്യവും അവയില്ലാതെ ബോധോദയം എന്ന പദം വെറുതെ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്യാം. എങ്കിലും അത് നേരിട്ട് അനുഭവിക്കുവാൻ പറ്റുകയില്ല. വിശ്വാസമില്ലാതെയും നമുക്ക് ബുദ്ധിപരമായ ചില അറിവുകൾ ലഭിച്ചേക്കാം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സ്വന്തം ആന്തരാത്മാവിൻ്റെ രഹസ്യാറകൾ തുറന്നു നോക്കുവാൻ പറ്റുകയുള്ളൂ. നമുക്ക് ബുദ്ധിപരമായ ചില അറിവുകൾ ലഭിക്കാം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആന്തരികമായ അറകൾ തുറന്നു നോക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. സകല വിധത്തിലുള്ള ക്ലേശങ്ങളും തടസ്സങ്ങളും വകഞ്ഞു മാറ്റി നീങ്ങുവാൻ നമുക്ക് ശക്തി നൽകുന്നത് നിശ്ചയദാർഢ്യമാണ്. ആന്തരികമായും ബാഹ്യവുമായുള്ള വിജയങ്ങളുടെ കാരണമായ ആജ്ഞാശക്തി പ്രദാനം ചെയ്യുവാനും നിശ്ചയദാർഢ്യത്തിന് കഴിയും. ബാഹ്യമായുള്ള വിജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിന് ഒരു കാരണം നമ്മളിലുള്ള വിശ്വാസമാണ്. സങ്കല്പിക ശക്തി, അതായത് ദൃഢനിശ്ചയത്തിന് ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ലെന്ന് മഹത് ഗ്രന്ഥങ്ങൾ പറയുന്നു. മഹത്തായ എല്ലാ പ്രവൃത്തികളും നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിലാണ്. വിശ്വാസം എന്ന ഒരു ശക്തി അത് ഒരു ആത്മാവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതങ്ങൾ മുന്നോട്ട് പോകുവാൻ, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പമാണ്. ആ അടുപ്പത്തിൻ്റെ ഏക തെളിവാണ് വിശ്വാസം. ആന്തരിക ആത്മാവുകൾ തമ്മിലാണ് അത് കൂടുതലായി ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്. മനസ്സുകൾ തമ്മിലുള്ള ഐക്യം ഇല്ലായ്മയാണെങ്കിലും നമ്മൾക്ക് ആന്തരികമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മളുടെ ഒരു അടുപ്പം അത് എപ്പോഴും ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അതുണ്ടാകും. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് മനസ്സിലാകും. ഇത്രയും കാര്യങ്ങൾ വിശ്വാസത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളുടെ ഫാമിലി ലൈഫിലും നമ്മളുടെ തുടർന്നുള്ള ജീവിതങ്ങളിലും ഈ ഒരു വിശ്വാസം എപ്പോഴും നമ്മൾക്ക് ഉണ്ടാകണം. അത് നമ്മളുടെ ആ ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് നമ്മളെ പല നല്ല കാര്യങ്ങളിലേക്കും നയിക്കും. ഓക്കെ, താങ്ക് യു.